ഇത് ഓർമ്മണ്ട ഓർമ്മണ്ട പുളിയച്ചാറ് എന്ന് പറയും. ഈ പുളിയച്ചാറ് വായിൽ വെള്ളം വരണ്ടേ. ഈ പുളിയച്ചാറ് സ്കൂളിൻ്റെ പരിസരത്തുള്ള കടകളിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അന്ന് ഈ പുളിയച്ചാറിൻ്റെ വില, ഈ അച്ചാറിൻ്റെ വില 25 പൈസയായിരുന്നു. ഓർക്കുന്നുണ്ടോ അല്ലേ? ഇതിൻ്റെ ഉത്ഭവസ്ഥാനം തമിഴ്നാട് തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പം ഇതിന് 5 രൂപ കേട്ടോ. ഇത് കഴിക്കുന്ന രീതി എങ്ങനെ അറിയോ? ഇതിലോട്ട് നമ്മളെ ബീട്രൂട്ട് അച്ചാറുണ്ട്. അന്ന് ഉള്ളി അച്ചാറ്, ബീട്രൂട്ട് അച്ചാറ്, അരിനെല്ലിക്ക ഇതൊക്കെ ആയിരുന്നു. 25 പൈസ കിട്ടും. അതിന് ബീട്രൂട്ട് ഉണ്ട്. ബീട്രൂട്ട് വെച്ചാൽ അതിങ്ങനെ ജ്യൂസ് പോലെ, കഷ്ണം കഷ്ണമല്ല, ജ്യൂസ് പോലെ ആയിട്ടുണ്ടാവും. എൻ്റെ അമ്മോ വായിൽ വെള്ളം. അതിങ്ങനെ ഇതിലോട്ട് മിക്സ് ആക്കും. എന്നിട്ട് ഇതൊരു മിക്സ് ആക്കിയിട്ട് കഴിക്കലുണ്ട്. ഓഹ്, അപാര ടേസ്റ്റ് ആവും. കഴിച്ചിട്ടുണ്ടോ? ട്രൈ ചെയ്ത് നോക്കൊണ്ടു. പക്ഷെ ഇതിൽ വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വയറുവേദന അങ്ങനത്തെ കാര്യങ്ങളാണെന്ന് കമ്പനി അറിയില്ല, യാതൊരു ഉത്തരവാദിത്തം ഏൽക്കില്ല. അന്ന് കഴിച്ചെന്നൊരു കാര്യം പറഞ്ഞത്. അന്ന് പിന്നെ പ്രത്യേകിച്ച് അസുഖങ്ങളോ കാര്യങ്ങളോ ഇല്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കേട്ടിട്ട് ഉടനെ പോയി ചാടി കയറി കഴിക്കാൻ നിൽക്കണ്ട. കഴിച്ചിട്ട് കുറച്ചൊക്കെ കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യാം. ഓക്കെ. ഈ വീഡിയോ ഒക്കെ ഞാൻ വലിയ കണ്ടന്റ് ഒന്നല്ല കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് എന്തുവാണ് ഇതൊക്കെ? ഒരു കമന്റും ഇല്ലേ, വെറുതെ ഇരിക്കുകയാണോ? എന്തെങ്കിലും കിട്ടി വാരി വലിച്ചിടാൻ വേണ്ടിയിട്ടാണോ? കാരണം ഞാനും ഇത്തരം വീഡിയോകളൊക്കെ ഞാൻ പ്രോത്സാഹിപ്പിക്കാത്ത ആളാണ്. ഒരു കണ്ടന്റും ഇല്ലാത്ത കുറേ ആൾക്കാർ വരുന്നുണ്ട്, കുറേ ആൾക്കാർ വരുന്നുണ്ട് പലതുമായിട്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ അത്ര തെറ്റിദ്ധരിക്കല്ലേ വെച്ചാൽ, ഒരു വീഡിയോ എടുക്കുന്ന ഇടയിൽ ഒരു സമയം കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു അച്ചാർ കിട്ടിയപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് മാത്രം വിചാരിച്ചു. പണ്ടത്തെ ആ ഒരു ഓർമ്മയിലോട്ട് ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും അല്ല കേട്ടോ. പൊങ്കലടാൻ നിൽക്കരുത്. കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇതൊരു കണ്ടന്റ് ആയി കൊണ്ടുവന്നതല്ല. ചേട്ടന് കണ്ടന്റ് ക്ഷാമാന്ന് വിചാരിക്കരുത്. ഓക്കെ.